എന്റെ ഏട്ടാ ഇത് ബസ് സ്റ്റോപ്പിൽ കുറച്ച് മെല്ലനെ നമുക്ക് പാട്ട്. ബസ് സ്റ്റോപ്പിൽ പാട്ട് വെക്കാൻ പറ്റാൻ നേരം പറഞ്ഞാ പാട്ട് വെച്ച പക്ഷെ അടുത്തൊരാളിരിക്കും നോക്കണ്ടേ? അടുത്ത ആളിരിക്കുന്ന വെച്ചാൽ എനിക്ക് പാട്ട് കേൾക്കണ്ടേ? ചങ്ങായി നിങ്ങളെ വീടല്ല, പബ്ലിക് പ്ലേസ് ആണ്. വീട്ടിൽ നിന്ന് പാട്ട് കേൾക്കാനാണ് പിന്നെ മൊബൈല് ഞാൻ ടി വിയിൽ കാണല്ലോ വീട്ടിൽ പോയിട്ട്. ചങ്ങായി കുറച്ച് സിവിക് സെൻസ് വേണം കേട്ടോ. അടുത്തിരിക്കുന്ന ആൾ ഡിസ്റ്റർബ് ആക്കിയിട്ടല്ല പാട്ട് ആസ്വദിക്കണ്ടേ. നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആകുന്ന അപ്പുറത്ത് പോയിരുന്നോ? നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു എൻ്റെ അടുത്ത് വന്നിരിക്കാൻ വേണ്ടി? അതായത് നിങ്ങൾക്ക് പാട്ട് കേൾക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എണീച്ചിട്ട് അപ്പുറം പോയി ഇരിക്കണം. അങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇരിക്കേണ്ടി വരും. നിങ്ങളെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടോ. ഇപ്പൊ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. പൊതുസ്ഥലത്തും സ്ഥാപനങ്ങളിലും ബസ് സ്റ്റോപ്പിലും റെയിൽവേ സ്റ്റേഷനിലല്ലോ ഉള്ളി ഒച്ചത്തിൽ പാട്ട് വെക്കുക, ഫോണ് വിളിക്കുക. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ടോ പോലും നോക്കൂല. അങ്ങനെ കുറെ എണ്ണം. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പക്ഷെ എനിക്ക് ഇതുവരെ ഇങ്ങനെ ആരും പറഞ്ഞില്ല. അപ്പൊ ഞാൻ ഇതുപോലെ സാധാരണ എന്തെങ്കിലും ചെയ്താൽ തന്നെ ആരും ഒന്നും പറയലില്ല. അപ്പൊ ഞാൻ വിചാരിക്കുന്ന ആർക്കും ബുദ്ധിമുട്ടും കാര്യമൊന്നും ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നിങ്ങൾ പറഞ്ഞു തന്നെ ചേട്ടാ. ആന്ന് സാരൂല. നിങ്ങൾക്ക് ഇപ്പം കാര്യം മനസ്സിലായാ? ആരും നിങ്ങൾക്കൊന്നും പറഞ്ഞു തരാത്തോണ്ടാണ് നിങ്ങളിങ്ങനെ ആയേ. അത് പറഞ്ഞുതരാൻ ഞാൻ വേണ്ടി വന്നു. സാരില്ല. ഹലോ, ആണോ ആണോ പറ പറ. എടാ റേഞ്ചിലെടുത്ത് പോയി നിൽക്കടാ. മത്തി 1 കിലോ കേൾക്കുന്നില്ല. ആ എടാ 1 കിലോ എടാ 1 കിലോ മത്തി ആടെ കൊടുക്കടാ രാജേട്ടൻ്റെ വീട്ടില്. അതല്ലേ ഞാൻ പറഞ്ഞത്. ആ അയാൾ കുറെ സമയം വിളിക്കുന്നു, കൊണ്ടുപോയി കൊടുക്കടാ.